മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും പരിശുദ്ധ വ്യാകുലമാതാവിന്റെ വലിയ മാധ്യസ്ഥവും ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസമാണ്. നമ്മുടെയൊക്കെ ജീവിത സഹനം വഴികളിൽ പരിശുദ്ധ അമ്മ സഹായമായി ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. കാരണം നമ്മളൊക്കെ കടന്നുപോകുന്ന സഹനങ്ങളുടെ അതേ വഴിയിലൂടെ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സഹന വഴിയിലൂടെ കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നും അങ്ങനെ ഒരു അമ്മ ഈശോയുടെ മുമ്പിൽ നമുക്ക് മാധ്യസ്ഥയായിട്ടുണ്ട് എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. നമ്മുടെ ജീവിത സഹനങ്ങളെ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങള്. 1, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന ശിമയോന്റെ പ്രവചനമാണ്. 2-ാമത്തെ വ്യാകുലം ഈജിപ്തിലേക്കുള്ള പലായനം. 3-ാമത്തെ വ്യാകുലം ഈശോയെ ദേവാലയത്തിൽ കാണാതാകുന്നതാണ്. 4, കുരിശു വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്ന ഈശോയെ കാണുന്നത്. 5, കുരിശിൻ ചുവട്ടിൽ വേദനയോടെ നിന്ന അമ്മ. 6, ഈശോയുടെ ശരീരം സ്വന്തം മടിയിൽ കിടത്തിയത്. 7, ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിത വഴികളിൽ കടന്നുപോകുന്ന എല്ലാ സഹനാനുഭവങ്ങളിലൂടെയും കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മ. കുരിശിന്റെ കീഴിൽ നിന്ന് മകന്റെ വേദനയെ പങ്കിട്ട പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിത വേദനകളെ പങ്കിടുവാൻ നമ്മുടെ അരികിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങളെ മുഴുവനും വിശ്വാസത്തോടെ സ്വീകരിച്ചു. അതേ മനോഭാവത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനാനുഭവങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അമ്മയുടെ വലിയ വിശ്വാസം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളതാണ്. തന്റെ ജീവിത വഴികളിൽ സഹനങ്ങളുണ്ടായാലും വേദനകളുണ്ടായാലും എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഈ സഹനങ്ങളിൽ നിന്ന് പോലും എന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകൾ വർഷിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇതുപോലെ അമ്മയോട് ചേർന്ന് നിന്ന് ജീവിത സഹനങ്ങളെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയ വിശ്വാസവും ഇതുതന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ സഹനങ്ങളുണ്ടാവാം, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറവുകളുണ്ടാവാം. കുറവുകളിൽ നിന്ന് പോലും, സഹനാനുഭവങ്ങളിൽ നിന്ന് പോലും എന്റെ ജീവിതത്തിലേക്ക് നന്മകൾ പുറപ്പെടുവിക്കുവാനായിട്ട് എന്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. സഹനങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സഹനങ്ങളെ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ആ സഹനത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ, ആ സഹനം രക്ഷാകരമായിട്ട് തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിരിക്കും, ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നതായിരിക്കും. പരിശുദ്ധ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നവർക്കുള്ള ആശ്വാസത്തിന്റെ ഉറവിടമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സഹനാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട് എന്ന് അമ്മ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം സഹനത്തിന്റെ വാള് അമ്മയുടെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ട്. ആ കീറി മുറിക്കപ്പെട്ട ഹൃദയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വേദനകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയമാണ് എന്ന് നമ്മൾ ആരും മറന്നുപോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാവാം. ഈ സഹനാനുഭവങ്ങൾക്ക് നടുവിൽ നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ, നമ്മെ കരുതാൻ, നമ്മെ മനസ്സിലാക്കാൻ നമുക്കൊരമ്മയുണ്ട്. ആ അമ്മ സഹനത്തെ സ്വീകരിച്ചത് വിശ്വാസത്തോടെയാണ്.
അതേ വിശ്വാസത്തോടെ സഹനാനുഭവങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ സഹനാനുഭവങ്ങളെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിന് സഹന വഴികളിൽ അങ്ങിവർക്ക് കൂട്ടായിരിക്കണമേ, സംരക്ഷണമായിരിക്കണമേ, കരുതലായിരിക്കണമേ, കാവലായിരിക്കണമേ. അമ്മേ മാതാവേ, ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലയിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.